ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾക്കും അവയുടെ രാശിമാറ്റങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ രാശി മാറുന്നു. ഈ മാറ്റങ്ങൾ എല്ലാ രാശിക്കാരെയും സ്വാധീനിക്കും. ചില രാശിക്കാർക്ക് ഇത് ഗുണകരമാകുമ്പോൾ മറ്റു ചിലർക്ക് ദോഷകരമായിരിക്കും. ജ്യോതിഷത്തിൽ ശനിയും ബുധനും പ്രധാന ഗ്രഹങ്ങളാണ്. കർമ്മത്തിന്റെയും നീതിയുടെയും ദേവനാണ് ശനി. 9 ഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനും ശനിയാണ്. ഗ്രഹങ്ങളുടെ രാജകുമാരനാണ് ബുധൻ. ഇപ്പോൾ ശനി സ്വന്തം രാശിയായ കുംഭത്തിലും ബുധൻ മകരം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ജ്യോതിഷത്തിൽ ശനിയും ബുധനും സൗഹൃദ ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഈ ഗ്രഹങ്ങൾ തമ്മിൽ 30 ഡിഗ്രി അകലത്തിൽ വരുമ്പോൾ ദ്വിദ്വാദശ യോഗമുണ്ടാകുന്നു. ഗ്രഹങ്ങൾ പരസ്പരം 2ാമത്തെയും 12ാമത്തെയും രാശിയിലോ അല്ലെങ്കിൽ 30 ഡിഗ്രി അകലത്തിലോ വരുമ്പോഴാണ് ഈ യോഗമുണ്ടാകുന്നത് എന്ന് ജ്യോതിഷികൾ പറയുന്നു. ജ്യോതിഷത്തിൽ ഈ സമയം വളരെ നല്ലതായി കണക്കാക്കുന്നു. ഈ സമയത്ത് ചില രാശിക്കാർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. ഭാഗ്യമുള്ള ആ രാശികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുംഭം രാശിക്കാർക്ക് നല്ല സമയം. കുംഭം രാശിക്കാർക്ക് ഈ സമയം നല്ലതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വേഗം പൂർത്തിയാക്കാൻ കഴിയും. ജോലിയിൽ ഉയർച്ചയും ശമ്പളവർദ്ധനവും പ്രതീക്ഷിക്കാം. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് പണം ലഭിക്കാനും പുതിയ ജോലികൾ കണ്ടെത്താനും സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കുംഭം രാശിക്കാർക്ക് ഈ സമയം നേട്ടങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും. മകരം രാശി. ശനി ബുധൻ കൂടിച്ചേരുന്നതിനാൽ മകരം രാശിക്കാർക്ക് നല്ല സമയം വരുന്നു. സ്വന്തമായി വീട് എന്ന നിങ്ങളുടെ ആഗ്രഹം ഉടൻ നടക്കും. പുതിയ വീട്ടിൽ സന്തോഷകരമായ ജീവിതം കാത്തിരിക്കുന്നു. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും. ശനിയും ബുധനും ഒരേ രാശിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ദ്വിദ്വാദശ യോഗം ഇടവം രാശിക്കാർക്ക് നല്ല സമയമാണ് നൽകുന്നത്. ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യമുണ്ടാകും. ബിസിനസ്സിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കാനും സമൂഹത്തിൽ നല്ല പേര് നേടാനും സാധിക്കും. പല വഴികളിലൂടെ പണം വരികയും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുകയും ചെയ്യും.